അവിടെ നിന്ന് ആ സുന്ദരി ആ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഷെയ്ക്കാൻ കൊടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. അല്ല ചോദ്യം ചോദിക്കണ്ട, അഗ്ഗി കിട്ടി എങ്ങനെ പോവുകയാണ്? അവിടെ കോളേജിലുണ്ടായിരുന്നു, ഞാൻ കണ്ടു. രണ്ടാമത്തെ കെട്ടിപ്പിടുത്തം മുതലെയാണ്. മൂന്ന് റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിൽ അത്ര കോമൺ അല്ലാത്തൊരു ജോണറിലുള്ള ഒരു സിനിമയാണ്. നമുക്കെല്ലാം അറിയാവുന്ന, നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എപ്പിസോഡ്, അതിന്റെ നമ്മുടേതായ വേർഷനാണ്. അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ആരും ഇടാത്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു റീസൺ. പിന്നെ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ, ഏറ്റവും ബ്രില്യൻ്റ് ആയ ഒരു കാസ്റ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോഫിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള അനശ്വര, മനോജേട്ടൻ, അങ്ങനെ ഇന്ദ്രൻ സേട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ആദ്യം പറയേണ്ടതായിരുന്നു സ്ക്രീൻ പ്ലേ. ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഹൈ തന്നൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു കിഷ്കിൻ്റെ കാണ്ഡം. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറെ കൂടെ തിയേറ്റർ എലമെന്റ്സ് ഉള്ള, കുറെ കൂടെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പം ഇതാണ് മൂന്ന് കാരണങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിൽ ഞങ്ങൾ ഇത്രയും കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറില്ല അല്ലേ? അല്ല, ഇവരെല്ലാം പേഴ്സണലി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. അതാണ് ശരിക്കും പുതിയ കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഇന്റർവ്യൂവിനുള്ളതിനൊക്കെ ഒരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ട്. ഇതൊരു വെറൈറ്റി പരിപാടി അല്ലേ? ഇത് ഇനി ഫാൻസിന്റെ ഇടയിൽ നിന്ന് who's gonna ask the next question? Yes. വരൂ. ഇനി ചോദിക്കാനുള്ളൊരു പുറപ്പെട്ടോ നേരത്തെ? ചോദിച്ചോ? എൻ്റെ പേര് നവീൻ, തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 2-3 വർഷമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാ, പക്ഷെ എനിക്ക് സിമ്പിളായിട്ട് അപ്പോൾ ഒരു 2 വർഷം മുന്നേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നമ്മൾ ഈ കടലിലെ പടമൊക്കെ ഫസ്റ്റ് വർഷം പോടുക. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുപോയി. പടം അവൻ അത്ര വർക്കായില്ല. അതിന് ശേഷം തൊട്ട് അവൻ എന്നോട് നീ ഇത് വിട്ടില്ല, ഇതന്നെയാണോ ചോദിച്ച് നടക്കണ്ടേ. 2 വർഷമായിട്ട് ഞാൻ ബ്ലോക്ക് വരെ ചെയ്തോണ്ട് അത്രയും ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ലാസ്റ്റ് ഇയർ കിഷ്കിന്ത റിലീസായിട്ട് അവൻ പോയി ഫസ്റ്റ് ടൈം പോയി കണ്ടു. ഫസ്റ്റ് ടൈം മീൻസ് പടം ഒരു വട്ടം പോയി കണ്ടു, എന്നോട് പറഞ്ഞില്ല. രണ്ടാമത് പോയി കണ്ടതിന് ശേഷം ളിയാ എന്താണ് ആൾ ചെയ്ത് വെച്ചത്. ഞാനും ഫാൻസിനെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഒരു 1 വീക്ക് ശേഷമാണെന്ന് തോന്നുന്നത് നമുക്ക് ലെവൽ ക്രോസ് OTT റിലീസായി. അതും കണ്ടിട്ട് അവൻ സെയിം അഭിപ്രായം. അപ്പോൾ എനിക്ക് ഫാൻസിനെ കിട്ടിയ ഒരു ഹുക്ക് മൊമെന്റ് ഉണ്ട് ലാസ്റ്റ്. അതേ പ്രൗഡ് മൊമെന്റ് നമുക്ക് ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഏകചിത്രത്തിലൂടെ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. നിങ്ങൾക്ക് അത്രയും സന്തോഷവും അത്രയും പ്രൗഡ് മൊമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കും. ഒരുപാട് പേർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരോട് ഇതുപോലുള്ള സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇത് നിർത്തിപ്പോയിക്കൂടെ എന്ന്. പക്ഷെ അത് നമ്മൾ മാറ്റി പറയിപ്പിക്കും അല്ലെ? അതാണ് നമ്മുടെ ശീലം. നമ്മളത് ചെയ്യും. ഞാൻ മലപ്പുറം മഞ്ചേരി പറയും, ഓർമ്മ ഉണ്ടോ? നമ്മള് കാലിക്കറ്റ് കണ്ടിരുന്നു, ഫാമിലിക്കായിട്ട് വന്നിരുന്നു. ശരി, ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. അപ്പോൾ ഈ ആസിഫ്ക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 പോലീസ് സ്റ്റേഷനത്തെ ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ സിനിമ ഉള്ളത്? അതായത് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ത്രില്ലർ മൂഡേക്കാണെന്നാണ് തോന്നിയത്. ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ എന്നുള്ളതിനേക്കാളും ഒരു ഡ്രാമ എന്നാണ് ജോഫിൻ ഈ സിനിമയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നാണ് ജോഫിൻ പറയുന്നത്. പിന്നെ ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആ ക്യാരക്ടേഴ്സ് എല്ലാവരും ഡിഫറൻസ് ആകുമ്പോൾ, ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആകുമ്പോൾ ഡിഫറൻസ് ഇതിലും ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ തലവനിൽ ചെയ്തതിനേക്കാളും കൂമലിൽ ചെയ്തതിനേക്കാളും കുറ്റവും ശിക്ഷയും ചെയ്തതിനേക്കാളും ഒക്കെ
അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ പോലീസുകാർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം ഈ പോലീസുകാരനുണ്ട്. അപ്പൊ അത്രയും വ്യത്യാസങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ എനിക്കറിയില്ല, അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് വ്യത്യസ്തത ഫീൽ ചെയ്തു. 2024 പോലെ തന്നെ 2015 ഞങ്ങളുടെ ഫാൻസിന് അഭിമാനിക്കുന്ന ഒരു വർഷമായിട്ട് ഒരു 50 കോടി ഉണ്ടോ എന്ന് ചോദിച്ച ഫാൻസുകാരുടെ മുന്നിൽ ഈ 50 കോടി. അതുകൊണ്ട് ഈ വർഷം ഒരു 100 കോടി ക്ലബിൽ നമ്മൾ കയറുന്ന ഞങ്ങൾ ഫാൻസുകാർ വിശ്വസിക്കുന്നു. അത് ടിക്കറ്റാക്കയിൽ ഞങ്ങൾ കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഒരു വലിയ വെല്ലുവിളി തന്നിട്ട് പോവുകയാണല്ലേ.